ഹായ് ഓൾ, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ ബുക്സിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ സെയിം പാർട്ടീൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതും അവർക്ക് തന്നെ സെയിൽസും ഉണ്ടെന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് സോഹോ ബുക്സിൽ ഡീൽ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ തന്നെ കസ്റ്റമറായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, വെൻഡറായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം പർച്ചേസ് ബിൽസും സെയിൽസ് ബിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത്, അതേപോലെ സെറ്റ് ഓഫ് ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മളിവിടെ ഒരു കസ്റ്റമറിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു ABC എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസ്പ്ലേ നെയിം തന്നെ കൊടുക്കുന്നുണ്ട്. GST ട്രീറ്റ്മെൻറ്റ് അൺരജിസ്റ്റേർഡ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരു വെൻഡർ നെയിം ഇതേ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. വെൻഡേഴ്സിൽ വന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ABC വെൻഡർ എന്നാണ് അവരുടെ പേര് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കസ്റ്റമേഴ്സിലോ വെൻഡേഴ്സിലോ പോയിട്ട് അവർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോർ ഓപ്ഷൻസിൽ നമുക്ക് ലിങ്ക് ടു വെൻഡർ എന്ന് കാണാം. അപ്പോൾ നമ്മൾ വെൻഡറിൽ പോയാൽ ലിങ്ക് ടു കസ്റ്റമർ എന്നും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലിങ്ക് ടു വെൻഡർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമ്മൾക്ക് വെൻഡറിൻ്റെ പേര് ചൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ABC വെൻഡർ എന്നുള്ളത് കൊടുത്തിട്ട് ലിങ്ക് കൊടുക്കുന്നു. ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ട്രാൻസാക്ഷൻസിൽ വന്നിട്ട് പർച്ചേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും നമുക്ക് കസ്റ്റമറിൻ്റെയും വെൻഡറിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്ലേസിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കറൻ്റ്ലി നമുക്കിത് ലിങ്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമറിൻ്റെയും വെൻഡറിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പർച്ചേസ് ബിൽസും സെയിൽസ് ബിൽസും എൻ്റർ ചെയ്യുന്നത് നോർമലായിട്ട് തന്നെ സെയിൽസിൻ്റെ അണ്ടറിലെ ഇൻവോയ്സിൽ പോയിട്ട് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ പർച്ചേസിൽ ബിൽസിൽ പോയിട്ട് പർച്ചേസ് ബിൽസും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം അതിനുശേഷം ഇപ്പം നമുക്ക് ഇവർക്ക് സെറ്റ് ഓഫ് എൻട്രി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ സെറ്റ് ഓഫ് എൻട്രി പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ അക്കൗണ്ടൻറ്റിൻ്റെ അണ്ടറിലുള്ള മാനുവൽ ജേർണൽസിൽ വരിക, ന്യൂ എൻട്രി ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ നരേഷനായിട്ട് കൊടുക്കുന്നു. സെറ്റ് ഓഫ് എൻട്രി ഫോർ ABC എന്ന് പറഞ്ഞിട്ട് ഒരു നരേഷനായിട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ടതും നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. ബാലൻസിനെ ബേസ് ചെയ്തിട്ട് ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഡെബിറ്റ് ചെയ്യുന്നത് കസ്റ്റമറിനെ ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ എന്ന് കൊടുത്തിട്ട് നമ്മളിവിടെ ABC കസ്റ്റമറിന് ചൂസ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുന്നത് ABC വെൻഡറിനെ ആണെങ്കിൽ ഇവിടെ നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ABC വെൻഡറിനെ ഇവിടെ ചൂസ് ചെയ്തിട്ട് ഇവിടെ രണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് അവർക്കുള്ള ആ ഒരു ഓഫ്സെറ്റ് എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്.